മലയാളത്തിലെ ചില സിനിമകളിലും സീരിയലിൽ അഭിനയിച്ച പ്രമുഖമായ ഒരു കോമഡി ചെയ്യുന്ന ഒരു നടി. അവരുടെ മകൾ ഒരു മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ് അവർ. അവരുടെ വസ്ത്രധാരണത്തെ ചൊല്ലി ഇപ്പോ കുറെ വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഈ ഫെമിനിസ്റ്റുകളും അതുപോലെ സ്ത്രീകളിൽ പെട്ട ആളുകൾ തമ്മിലുള്ള വിവാദമാണ് കേട്ടോ. അതിൽ ഒരു സ്ത്രീയുടെ ബൈറ്റ് ഞാൻ കേൾപ്പിച്ചു തരാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ആദ്യം കണ്ടു നോക്കാം. പറയുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണം ഇല്ലേ തള്ള? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ ആ നടിയുടെ, ഞാൻ പേര് ആരും എടുത്ത് പറയാത്തത് വേണമെന്നുകൊണ്ടല്ല, അതൊരു അങ്ങനെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ പ്രസന്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെ പേര് പറയാത്തത്. ഇത് കേട്ട് മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആ നടിയുടെ മകൾ മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ വസ്ത്രധാരണമാണല്ലോ പ്രശ്നം. അതിനെക്കുറിച്ചൊരു മറ്റൊരു ലേഡി, അവരുടെ പേര് എനിക്കറിയില്ല, ആ ലേഡി പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ കേട്ടത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് യഥാർത്ഥ സംഭവം എന്നുള്ളത്. ഈ നടിയുടെ മകളെ കുറിച്ച് ഇവർ പറഞ്ഞ കാര്യം, ന്യൂഡായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു, ന്യൂഡായിട്ടുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടിട്ട് ചില ആണുങ്ങൾക്ക് വികാരങ്ങൾ ഉണ്ടാവുകയും അവർ കയറി പിടിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ കയറി പിടിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ന്യൂഡായിട്ട് ഇന്ന് ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ലേഡി പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറയാൻ പോണ കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക. ഈ നടിയുടെ മകളെ കുറിച്ച് പറഞ്ഞ സ്ത്രീയോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആണുങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആണുങ്ങൾക്ക് പൊതുവെ ആണുങ്ങൾക്ക് ഒരു സൈക്കോളജി ഉണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. ഈവൻ സെക്സിൽ പോലും സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി ഉപയോഗിച്ച് നോർമലി, ഇതൊക്കെ കോമൺ ആണ് കേട്ടോ, ഇത് യുണീക്ക് അല്ല, എല്ലാ ആണുങ്ങളുടെയും ഒരു 99% ആണുങ്ങളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ചിന്താഗതിയും സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ കാറ്റഗറിയിൽപ്പെട്ട, അതായത് നടിയുടെ മകളെ പോലുള്ള ഒരു സ്ത്രീയെ ന്യൂഡായിട്ട് കണ്ടാൽ ഒരു കാരണവശാലും ഒരാണുങ്ങൾക്കും വികാരം ഉണ്ടാവില്ല. നേരെ മറിച്ച് അതിനെ വെറുക്കത്തേ ഉള്ളൂ. ആ വെറുപ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അതായത് ഈ പീഡന വീരന്മാരായ ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം അല്ലെങ്കിൽ സൈക്കോളജി, ആണുങ്ങൾക്ക് കുറച്ച് സെക്ഷൽ ആയിട്ട് കൂടുതൽ എന്തോ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, കാഴ്ചയിലും പ്രവൃത്തിയിലും ഒക്കെ. അങ്ങനെയുള്ള ആണുങ്ങൾക്ക് അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പീഡനമോ മറ്റു കാര്യങ്ങളോ ആയിരിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ, ഈ നടിയുടെ മകളാന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരെ കണ്ടാൽ ഉള്ള വികാരം കൂടി നഷ്ടപ്പെട്ട് അത്തരത്തിലുള്ള ആളുകൾ, അതായത് പീഡനവീരന്മാരായ ആളുകളുടെ മനസ്സിൽ നിന്നും സെക്സ് എന്ന ചിന്തയെ വെറുക്കുകയും അതിനെ അവോയ്ഡ് ചെയ്ത് പോവുകയും ചെയ്യും. സത്യത്തിൽ ഈ നടിയുടെ മകൾ ചെയ്യുന്നത് സമൂഹത്തിൽ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ നടിയുടെ മകളെ കുറ്റം പറഞ്ഞ ലേഡിയോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയണ്ട. അവർ സമൂഹത്തിന് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. ഇവിടെ പീഡനങ്ങൾ കുറയ്ക്കാനുള്ള ഉതകുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. റിയലി ആണുങ്ങളുടെ സൈക്കോളജി പറയുകയാണ്, അത്തരത്തിലുള്ള ന്യൂഡായിട്ടുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ കണ്ടാൽ ആണുങ്ങൾക്ക് വെറുപ്പാണ്, സ്കിപ്പ് ചെയ്ത് പോകും. ആ ഫോട്ടോ കണ്ടാൽ തന്നെയും എന്ന് പറഞ്ഞ് അവജ്ഞയോടെ സ്കിപ്പ് ചെയ്ത് പോകും. ആ സ്കിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മനോവികാരം സെക്സിനെ തണുപ്പിക്കുകയും സെക്സ് എന്ന വികാരത്തോട് കുറച്ചൊക്കെ വെറുപ്പുണ്ടാകുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? പീഡനവീരന്മാരായ ആണുങ്ങൾ പീഡനത്തിൽ നിന്നും അത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നും മാറും, അതിനെ വെറുക്കും. അപ്പോ യഥാർത്ഥത്തിൽ ഈ നടിയുടെ മകൾ സമൂഹത്തിന് ചെയ്ത നല്ലൊരു മെസ്സേജ് ആണ്, നല്ലൊരു സംഭവം തന്നെയാണ്. അതിൽ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, ആണുങ്ങൾക്ക് അത്തരത്തിലുള്ള സ്ത്രീകളോടുള്ള സമീപനവും കാഴ്ചയും വെറുപ്പാണ്. അത്തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ സെക്സിനെ പോലും നമ്മൾ വെറുക്കും. സെക്സ് എന്ന വികാരത്തെയും സ്ത്രീകളുടെ അന്യ സ്ത്രീകളോടുള്ള അത്തരത്തിലുള്ള ഇഷ്ടത്തെയും ഇല്ലാതാവും. അതാണ് ആ നടിയുടെ മകൾ ചെയ്യുന്നത്. അതിനെ ദയവായി നിങ്ങൾ നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം കാണുക. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ ഒരു വസ്ത്രം കുറഞ്ഞു പോയി അല്ലെങ്കിൽ ന്യൂഡായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ച് അവരെ അവോയ്ഡ് ചെയ്തു അല്ല അവരെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് പൊതുവെ ആണുങ്ങൾക്കുള്ള ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ ആണുങ്ങളുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതി പല ആളുകളുടെ മനസ്സിലുണ്ടാവുകയും പീഡനവീരന്മാരായ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളെ ആ രീതിയിൽ മാത്രം നോക്കിക്കാണുന്ന ആണുങ്ങളുടെ മനസ്സിലേക്ക് ഇതൊരു ഇഞ്ചക്ഷനായി ചെയ്യുന്നതുകൊണ്ട് അവരുടെ വികാരത്തെ തണുപ്പിച്ച് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം.